ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി ഐസ്ക്രീം റെഡിയാക്കി എടുത്താലോ. ഓറിയോ ഓറഞ്ച് ഐസ്ക്രീമാണ് നമ്മളിന്ന് റെഡിയാക്കാനായിട്ട് പോകുന്നത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത്. ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 250 ml കപ്പിൽ 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പാലും പഞ്ചസാരയും കൂടി നമുക്കൊരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് പാലിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പാൽപ്പൊടിയിലേക്ക് കുറച്ച് പാൽ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതൊന്ന് മിക്സായി കിട്ടും. ഇങ്ങനെ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട്, മിക്സ് ആകാതെ കിടക്കും. പാൽപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരണം. ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് പോവാണ്. നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം ഈ ഒരു മിക്സ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഐസ്ക്രീമിലേക്ക് വേണ്ടത് ഓറഞ്ച് ജ്യൂസാണ്. 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് വേണം. ഞാനിവിടെ 4 ഓറഞ്ച് എടുത്തപ്പോഴാണ് എനിക്ക് 1 കപ്പ് ജ്യൂസ് കിട്ടിയത്. നമുക്ക് ജ്യൂസും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഐസ്ക്രീമിലേക്ക് വേണ്ടത് 250 ml കപ്പിൽ 1 കപ്പ് നല്ല തണുത്ത വിപ്പിംഗ് ക്രീമാണ്. നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ഒരു വിസ്ക് മതി. ഈ വിസ്ക് വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് കേക്കിലേക്കൊക്കെ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത് പോലെയൊന്നും ഈ ഒരു ഐസ്ക്രീമിലേക്ക് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വിസ്ക് വെച്ചിട്ട് ഇവിടെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ട് മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന 1 കപ്പ് ഓറഞ്ച് ജ്യൂസും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് കളറൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളർ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഓറഞ്ച് ഫുഡ് കളറോ അല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളറോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര എണ്ണം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീമിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു ബാറ്ററിന് മുകളിലായിട്ട് നമുക്ക് ക്രഷ് ചെയ്തിട്ടുള്ള കുറച്ച് ഓറഞ്ച് ക്യാൻഡീസും അതുപോലെ ഓറിയോ കുക്കീസും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് 8 മണിക്കൂർ ഫ്രീസറിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ ഓറിയോ ഓറഞ്ച് ഐസ്ക്രീം ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്കൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം.
ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. പിന്നെ നമുക്കൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട് മന്ന കിച്ചൺ. ആ ഒരു ഗ്രൂപ്പിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യാനും പിന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പീസിൻ്റെ ഫോട്ടോസൊക്കെ ആ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനും കൂടി മറക്കരുത്. വേറൊരു കിടിലൻ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.